എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കീഴിൽ സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് CSEB ആണ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഡാറ്റ എൻട്രി തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡിൻ്റെ പരീക്ഷയുടെയും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും നിയമനം വരുന്നത്. ജോലി വരുന്നത് സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലായിരിക്കും. നമുക്കിപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ നോക്കാം. കാറ്റഗറി നമ്പർ 15/2024 വരുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് യോഗ്യത വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം, കൂടാതെ കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, കൂടാതെ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് വേണ്ടത്. ഈ യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇനി ജോലി വരുന്നത് ഏതൊക്കെ ബാങ്കുകളിലായിരിക്കുമെന്ന് നോക്കാം. ആദ്യം പറയുന്നത് അണ്ടൂർക്കോണം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, തിരുവനന്തപുരം. തസ്തിക ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. വേക്കൻസി 1 കാറ്റഗറി ജനറലാണ് വരുന്നത്. ശമ്പളം ലഭിക്കുന്നത് 16,890 മുതൽ 43,660 വരെയാണ്. ഇനി അടുത്തത് പടിഞ്ഞാറേ കൊല്ലം സർവീസ് സഹകരണ ബാങ്ക്, കൊല്ലമാണ്. വേക്കൻസി 1. ശമ്പളം ലഭിക്കുന്നത് 17,360 മുതൽ 44,650 വരെയാണ്. അടുത്തത് കോട്ടയം സഹകരണ അർബൻ ബാങ്കിലേക്കാണ്. തസ്തിക വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. വേക്കൻസി 1. ശമ്പളം ലഭിക്കുന്നത് 17,590 മുതൽ 45,570 വരെയാണ്. അടുത്തത് വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക്, തൃശ്ശൂരാണ്. ശമ്പളം ലഭിക്കുന്നത് 14,270 മുതൽ 37,880 വരെയാണ്. വേക്കൻസി 1. അടുത്തത് തൃശ്ശൂർ പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിലേക്കാണ്. വേക്കൻസി 1. ശമ്പളം ലഭിക്കുന്നത് 19,250 മുതൽ 51,650 വരെയാണ്. ഇനി അടുത്തത് വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്ക്, പാലക്കാടാണ്. വേക്കൻസി 1. ശമ്പളം ലഭിക്കുന്നത് 18,300 മുതൽ 46,830 വരെയാണ്. അടുത്തത് വടകര ടൗൺ സഹകരണ അർബൻ ബാങ്ക്, കോഴിക്കോടാണ്. വേക്കൻസി 1. ശമ്പളം ലഭിക്കുന്നത് 16,890 മുതൽ 43,660 വരെയാണ്. അപ്പോൾ ഇത്രയും സഹകരണ സംഘങ്ങളിലേക്കാണ് ഇപ്പോൾ അവസരമുള്ളത്. തസ്തിക ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിലേക്കൊക്കെ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ഇനി അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി എങ്ങനെയാണെന്ന് നോക്കാം. പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ SC ST കാറ്റഗറിക്കും OBCക്കും ഏജിൽ ഇളവുമുണ്ട്. പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത്. പരീക്ഷ പാസ്സാവുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. അപേക്ഷിക്കാനായിട്ട് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. പരീക്ഷാ ഫീസാണ് വരുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ ബാങ്കുകളിലേക്കോ സംഘത്തിലേക്കോ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനായിട്ട് അപേക്ഷാ ഫീസ് വരുന്നത് ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിലേക്ക് അപേക്ഷിക്കാൻ 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘത്തിനും 50 രൂപ അധികമായിട്ടാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ ഒരു ബാങ്കിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 150 രൂപയേ ഉള്ളൂ. പിന്നീട് നിങ്ങൾ അപേക്ഷിക്കുന്ന ഓരോ ബാങ്കിനും 50 രൂപ അധികം വെച്ച് കൊടുക്കേണ്ടതായിരിക്കും. ഇനി SC ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഒരു ബാങ്കിന് 50 രൂപയും തുടർന്ന് വരുന്ന ഓരോ ബാങ്കിനും 50 രൂപ അധികമായിട്ടാണ് കൊടുക്കേണ്ടത്. ഉദ്യോഗാർത്ഥികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് വഴിയാണ്. സൈറ്റ് എന്ന് പറയുന്നത് CSEB.kerala.gov.in വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷ നിങ്ങൾ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കണം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2025 ജനുവരി 10. അപ്പോൾ സമയമുണ്ട്. ജനുവരി 10 തന്നെ നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത മറക്കണ്ട. ഏതെങ്കിലും ഒരു ഡിഗ്രി, കൂടാതെ കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ്, പിന്നീട് ഡാറ്റ എൻട്രിയിൽ കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് വേണ്ടത്. ഈ യോഗ്യതയുള്ളവർക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ജോലി വരുന്നത് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് സഹകരണ സംഘങ്ങളിലായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഏത് ജില്ലയിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ സംഘങ്ങളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.
അപ്പോൾ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട സൈറ്റ് മറക്കണ്ട. cscb.kerala.gov.in വഴിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. എന്നിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 10 അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.